വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ആ ഏരിയയിൽ നിന്ന് UPSC ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഓർ ബോഡീസ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നുള്ളതാണ്. ഹൗ മെനി ഓഫ് ദ അബവ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ്. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒരു 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ്? ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ ഏരിയാസിൽ നിന്ന് വരാറ്. ഇതിന്റെ ഒരു പഠിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു വാസ്റ്റ് ഏരിയ ആണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ഉണ്ട്, അതിന്റെ കോമ്പോസിഷൻസ് ഉണ്ട്, അതിന്റെ മെമ്പേഴ്സ് ഉണ്ട്, അതിന്റെ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും, അതിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂആൻസസ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇത് പഠിക്കുമ്പോൾ കുറച്ച് സ്പെസിഫിക് പോയിന്റ്സ് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും റിക്കറിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ളത്, ഇപ്പോൾ അറ്റോർണി ജനറലിന് മാത്രമായിട്ടുള്ള പ്രത്യേകത അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷന് മാത്രമായിട്ടുള്ള പ്രത്യേകത, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ നമുക്ക് നോക്കാനായിട്ട് പോവാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യാണ്. ഇലക്ഷൻ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, GST കൗൺസിൽ, നാഷണൽ കമ്മീഷൻ ഫോർ SC, ST ആൻഡ് OBC, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, CAG, അറ്റോർണി ജനറൽ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ. ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ നാഷണൽ വെച്ച് തുടങ്ങുന്നതും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ല. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നാഷണൽ കമ്മീഷൻ ഫോർ SC, ST ആൻഡ് OBC, ബാക്ക്വേർഡ് ക്ലാസ്. ഇത് മൂന്നുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്. ഇതൊന്നും എന്തല്ല, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ല. ആ പോയിന്റ് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പവേഴ്സും ഫങ്ഷൻസും ഗവേൺ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ പവർ യൂസ് ചെയ്തിട്ടായിരിക്കും ആ ബോഡി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടാവും, അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആർക്കാണ് അത് തീരുമാനിക്കാനുള്ള പവർ എന്നിവയെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇത്തരത്തിലുള്ള ബോഡികളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡികൾ എന്ന് പറയുന്നത്. അല്ലാത്ത ബോഡികളോ ദേ ആർ കോൾഡ് ആസ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. എത്തരത്തിലുള്ളതാണ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ? കോൺസ്റ്റിറ്റ്യൂഷൻ പുറത്ത് ചിലപ്പോൾ ഒരു നിയമം വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയായിരിക്കാം. ഇത്തരത്തിൽ മറ്റൊരു രീതിയിൽ അവരുടെ പവർ ഡിറൈവ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാതെ, കോൺസ്റ്റിറ്റ്യൂഷന് പുറത്ത് പവർ ഡിറൈവ് ചെയ്യുന്നതിനെ നമ്മൾ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ അകത്തു നിന്നാണ് പവർ ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ എന്താണ്? അവ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവാം. ഇലക്ഷൻ കമ്മീഷൻ എന്താണ്? ആർട്ടിക്കിൾ 324 ആണ്. എന്തിനാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മുടെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യാൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതെല്ലാം ഇലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്? ഒന്ന് പ്രസിഡന്റിന്റെ, രണ്ടാമത് വൈസ് പ്രസിഡന്റിന്റെ, തേർഡ് വൺ പാർലമെന്റിന്റെ, ലോക്സഭ ആൻഡ് രാജ്യസഭ, ഫോർത്ത് വൺ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇത്രയും കാര്യങ്ങളിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുമുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നു അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അത് ഇതല്ല, സെപ്പറേറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടുള്ള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് എന്ത്? പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കുള്ള എലക്ഷൻസ് കണ്ടക്ട് ചെയ്യും. ഇനി എന്താണ് ഇലക്ഷൻ കമ്പോസിഷന്റെ ഒരു കോമ്പോസിഷൻ? ഒന്നാമത് പ്രസിഡന്റ് ആണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. ആരെ? ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്യുന്നത്. ഇലക്ഷൻ കമ്മീഷണർ യൂഷ്വലി കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ആസ് സച്ച് നമ്പർ അതേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ. അത് പ്രസിഡന്റിന് വേണമെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാം. ഇനി എന്താണ് ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത്? ഇലക്ഷൻ കമ്മീഷണറെ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ആരാണോ ഇലക്ഷൻ കമ്മീഷണർ അയാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് മാറും. ഇനി അതോടൊപ്പം തന്നെ വേണമെങ്കിൽ പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷണറോട് കൂടി കൺസൾട്ട് ചെയ്തിട്ട് റീജിയണൽ ആയിട്ടുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് കഴിയും. ഇനി ആദ്യകാലങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത 1950s ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ മെമ്പർ ബോഡി ആയിരുന്നു. ഒറ്റ ഇലക്ഷൻ കമ്മീഷണർ, ഒരു ചീഫ് അല്ല, ഒരൊറ്റ ഇലക്ഷൻ കമ്മീഷണറേ ഉള്ളൂ. പിന്നീട് 1989 നമ്മുടെ ഏജ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 21 ആയിരുന്നു നമ്മുടെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിൽ, അതിൽ നിന്ന് നമ്മൾ 18ലേക്ക് കുറയ്ക്കും. ഒരു വർക്ക് ലോഡ് കൂടുകയുണ്ടായി. ആ സമയത്താണ് അനദർ ഒരു 2 more മെമ്പേഴ്സിനെ കൂടി ആഡ് ചെയ്തിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു 3 member ബോഡിയായി. അപ്പൊ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, 2 other ഇലക്ഷൻ കമ്മീഷണർ, ഇത്തരത്തിൽ അത് മാറ്റി. പിന്നീട് അത് ഒരു 1990 അത് റിവോക്ക് ചെയ്ത് പിന്നെയും അത് സിംഗിൾ മെമ്പർ ബോഡി ആക്കിയെങ്കിൽ പോലും 1993 എഗെയിൻ അതൊരു 3 member ബോഡിയായി. അപ്പോൾ
ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് അറ്റ് പ്രസന്റ്ലി ഒരു 3-member ബോഡിയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആസ് വെൽ ആസ് 2 other ഇലക്ഷൻ കമ്മീഷണർ. ഇനി ഇലക്ഷൻ കമ്മീഷന്റെ സർവീസും ബാക്കി കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. കണ്ടീഷൻ ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ട്രാൻസാക്ഷൻ ഓഫ് ബിസിനസ് ആക്ട് ഓഫ് 1999. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷണർക്കും ബാക്കി 2 ഇലക്ഷൻ കമ്മീഷണർക്കും ഈക്വൽ പവേഴ്സ് ആയിരിക്കും. അവർക്ക് ഈക്വൽ സാലറീസും അലവൻസസ് ആയിരിക്കും, വിച്ച് ഈസ് സിമിലർ ടു ദ ചീഫ് ജസ്റ്റിസ് ഓർ ദ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷണർക്കും ബാക്കി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ദർ ഇസ് എ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് 2 other ഇലക്ഷൻ കമ്മീഷണർ, അവർക്ക് ഈക്വൽ പവർ, സാലറീസ് ആൻഡ് അലവൻസസ് വിച്ച് ഈസ് ഈക്വൽ ടു ദ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഒരു പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ എന്ത് വിചാരിക്കും, ഓക്കെ ഒരു ചീഫ് ഉണ്ട്, 2 ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ചീഫിന്റെ ഡിസിഷനാണ് അവിടെ പ്രാധാന്യം. അല്ല, അങ്ങനെയല്ല. നമ്മൾ അവിടെ നോക്കുന്ന മെജോറിറ്റി ഓഫ് വോട്ട്സ്, ആരാണോ അല്ലെങ്കിൽ ഏത് തീരുമാനത്തിനാണോ മെജോറിറ്റി, ആ തീരുമാനം അവിടെ നടപ്പാക്കാം. ഇനി ഇവരുടെ ടെന്യൂർ എത്രയാണ്? 6 years or 65 years, 65 years of age, 6 years അല്ലെങ്കിൽ 65 വയസ്സാവുന്നത് വരെ, ഏതാണോ ഏർലിയർ അതിനനുസരിച്ചായിരിക്കും അവരുടെ ടെന്യൂർ പോകുന്നത്. ഇനി ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ നമ്മുടെ ഡെമോക്രസിയുടെ ഏറ്റവും ബേസിസ് ആയിട്ടുള്ള ഇലക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷണർ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നിൽക്കണം. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ടാവണം. അതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ കുറച്ച് പ്രൊവിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ. നമ്മൾ പറഞ്ഞു 6 years or 65 years. അല്ല എങ്കിൽ ഇവരെ പുറത്താക്കണമെങ്കിൽ എന്താണ്, എങ്ങനെയാണോ ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജിനെ പുറത്താക്കുന്നത് അതുപോലെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെ പുറത്താക്കാൻ പറ്റുള്ളൂ. സുപ്രീം കോടതി ജഡ്ജിന്റെ റിമൂവലിന്റെ പ്രൊസീജിയർ പാർലമെന്റിന്റെ 2 ഹൗസും സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കിയിട്ട് അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർവീസ് കണ്ടീഷൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കി അലവൻസസോ അദ്ദേഹത്തിന്റെ ഡിസഡ്വാൻറ്റേജസിലേക്ക് മാറ്റാൻ പാടില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസഡ്വാൻറ്റേജസിൽ ഇതിൽ ഒരു തരത്തിലുള്ള ചേഞ്ചസും ഉണ്ടാക്കാൻ പാടില്ല. ഇനി ബാക്കി ഇലക്ഷൻ കമ്മീഷണർ ഓർ റീജിയണൽ കമ്മീഷണർ അവരെങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുക? ഒൺലി ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ഇവരെ പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ എന്ന് ഞാൻ പറഞ്ഞു, അതിപ്പോ ആർക്ക് മാത്രമേ ഉള്ളൂ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ഇലക്ഷൻ കമ്മീഷണർക്ക് ഈ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ അവൈലബിൾ അല്ല. ഈ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ആർക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് മാത്രമേ ഈ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഇലക്ഷൻ കമ്മീഷണേഴ്സിന് ഈ സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ അവൈലബിൾ ആയിട്ടില്ല. ഇനി ഇത്തരത്തിലെല്ലാം ഇൻഡിപെൻഡൻസ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. എന്തെല്ലാമാണ്? ഒന്നാമത്, ക്വാളിഫിക്കേഷൻ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതായത് ഒരു വ്യക്തിക്ക് ഇലക്ഷൻ കമ്മീഷണർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ ബാക്കി മെമ്പേഴ്സിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ ബാക്കി മെമ്പേഴ്സിന്റെ ടേം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവര് ഇലക്ഷൻ കമ്മീഷണറോ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ ആയിട്ട് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെയും റീ അപ്പോയിന്റ്മെന്റ് നടത്താം. അല്ലെങ്കിൽ ഇവരെ റീ അപ്പോയിന്റ്മെന്റിൽ നിന്ന് ബാർ ചെയ്തിട്ടില്ല. they are eligible for reappointment under the government of India. ഇനി നമ്മൾ റീസെന്റ് നടന്നൊരു ന്യൂസ് ആയിരുന്നു, അനൂപ് ബനർവാൾ കേസ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയുടെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടോ? എന്തായിരുന്നു? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ കിട്ടുന്നില്ല, ഇലക്ഷൻ കമ്മീഷനെ പൊളിറ്റിസൈസ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ പാർട്ടീസിൽ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അപ്പൊ ആ കേസിൽ സുപ്രീം കോടതി കുറച്ച് ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രിസ്ക്രൈബ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ഗൈഡ് ലൈൻ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയോ ബാക്കി ഇലക്ഷൻ കമ്മീഷണറെയോ തീരുമാനിക്കേണ്ടത് ഒരു 3-member കമ്മിറ്റി ആയിരിക്കണം. ആരൊക്കെയാണ് ആ 3-member കമ്മിറ്റി? പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ദ ലോകസഭ ആൻഡ് തേർഡ് വൺ ചീഫ് ജസ്റ്റിസ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ മാറ്റമുണ്ട്. ഇത് സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ പറഞ്ഞതാണ്, പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോകസഭ ആൻഡ് ദ ചീഫ് ജസ്റ്റിസ്. ഈ ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് ഒരു മിനിസ്റ്ററിനെയാണ് അറ്റ് പ്രസന്റ് നിൽക്കുന്നത്. അതായത് ഇത് ജഡ്ജ്മെന്റ് വന്നതിന് ശേഷം നമ്മുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കി. ആ നിയമത്തില് ഈ ചീഫ് ജസ്റ്റിസ് അല്ല, പകരം ഒരു മിനിസ്റ്റർ ആണ്. അപ്പൊ പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ ആൻഡ് ക്യാബിനറ്റ് മിനിസ്റ്റർ വിച്ച് ഇസ് റെക്കമെൻഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. സോ ദർ ഇസ് എ ചേഞ്ച് ഫ്രം ദ ജഡ്ജ്മെന്റ് മെയ്ഡ് ടു ദ ലോ മെയ്ഡ്. ആ ഒരു ഡിഫറൻസ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയറും സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ ഒക്കെ പറഞ്ഞല്ലോ, അത് ആർക്കും കൂടി വേണമെന്നാണ് പറഞ്ഞത്? ബാക്കി ഇലക്ഷൻ കമ്മീഷണർക്കും കൂടി കൃത്യമായിട്ട് വേണം. അതോടൊപ്പം തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിന്റെ ഡിസഡ്വാൻറ്റേജസിലേക്ക് മാത്രമല്ല,
ഈ ഇലക്ഷൻ കമ്മീഷണറിന്റെയും ഡിസഡ്വാൻറ്റേജസിലേക്ക് മാറ്റാനായിട്ട് പാടില്ല. ഇത്തരത്തിലാണ് സുപ്രീം കോടതി അനൂപ് ബനർവാൾ കേസിൽ ഈ ജഡ്ജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊരു കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻസും കൂടി ഉള്ള ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡി, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർ ദ UPSC. എന്താണ് UPSC? നമ്മുടെ ഇന്ത്യയുടെ സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓൾ ഇന്ത്യ സർവീസസിലേക്ക് വേണ്ടി കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുക എന്നതാണ് എന്ത് UPSCയുടെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ. ആർട്ടിക്കിൾസ് ഏതാണ്? ആർട്ടിക്കിൾ 350 to 323. ഇനി എന്താണ് ഇതിന്റെ കോമ്പോസിഷൻ? ഒരു ചെയർമാൻ ഉണ്ടാവും പ്ലസ് അതർ മെമ്പേഴ്സ് ഹു ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇവരുടെ സ്ട്രെങ്ത് എത്രയാണ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അത് പ്രസിഡന്റിന്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് വിട്ടേക്കാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്ര പേരാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടില്ല. പ്രസിഡന്റിന് ടൈം ടു ടൈം ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അവരുടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ എത്ര പേര് വേണമെന്ന് തീരുമാനിക്കാനായിട്ട് പറ്റും. ഇനി ഒറ്റൊരു കണ്ടീഷനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളൂ. ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് എന്തായിരിക്കണം? ഗവൺമെന്റ് സർവീസിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 വർഷ കാലാവധി ഉള്ളവരിക്കണം. അല്ലാതെ വേറൊരു ക്വാളിഫിക്കേഷനും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർക്ക് വേണ്ടി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ എന്ത് പറഞ്ഞു? പ്രസിഡന്റ് ഈസ് ഓതറൈസ്ഡ് ടു മേക്ക് പ്രൊവിഷൻസ് വിത്ത് റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റാഫ് കമ്മീഷൻ ആൻഡ് ദർ കണ്ടീഷൻസ് ഓഫ് സർവീസ്. എല്ലാത്തിന്റെയും ലോസ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ തീരുമാനിക്കാനുള്ള പവർ ആർക്കാണ്? പ്രസിഡന്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ഇവരുടെ ടെനോർ ആയിട്ട് വരുന്നത്? ആസ് ഇലക്ഷൻ കമ്മീഷൻ 6 years or 65 years of age, whichever is earlier. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് ആർക്ക് പവർ ഉണ്ട്? പ്രസിഡന്റിന് വേണമെങ്കിൽ ഇവരുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഇവരെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പവറും പ്രസിഡന്റിനുണ്ട്. ഇനി പ്രസിഡന്റിന് ചില സമയങ്ങളിൽ ഒരു മെമ്പറെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് നടത്താം. അതായത് ഇപ്പോൾ ഒരു ചെയർപേഴ്സന്റെ ഓഫീസ് വേക്കന്റ് ആണ്, അല്ല എന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ അദ്ദേഹത്തിന് ഫങ്ഷൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അല്ല എങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിൽ ചെയർപേഴ്സണ് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. ഈ സമയങ്ങളിൽ എന്താണ്? ചെയർപേഴ്സന്റെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് പ്രസിഡന്റ് ഒരു ആക്ടിംഗ് ചെയർമാനെ, ഒരു ആക്ടിംഗ് ചെയർപേഴ്സണെ അവിടെ അപ്പോയിന്റ് ചെയ്യും. ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് എന്താണ്? ചെയർപേഴ്സന്റെ എല്ലാ പവേഴ്സും അതോറിറ്റീസും കൃത്യമായിട്ട് അദ്ദേഹത്തിലേക്ക് വരും. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു എന്ത് ചെയ്യാം? വേണമെങ്കിൽ പ്രസിഡന്റിന് ഇദ്ദേഹത്തെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും, മെമ്പേഴ്സിനോ ചെയർപേഴ്സണോ. എങ്ങനെയാണ് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതിന്റെ കണ്ടീഷൻസ് ഫോർ റിമൂവൽ? ഒന്നാമത് ഇൻസോൾവെന്റ് ആയി കഴിഞ്ഞാൽ. രണ്ടാമത് ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന്റെ ടേം ഓഫ് എംപ്ലോയ്മെന്റിന്റെ സമയത്ത് അദ്ദേഹം ഇതിന് പുറത്ത് ഒരു പെയ്ഡ് എംപ്ലോയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ. തേർഡ് വൺ, പ്രസിഡന്റിന്റെ അഭിപ്രായത്തിൽ ഹീസ് അൺഫിറ്റ്, അദ്ദേഹത്തിന് ജോലി ചെയ്യാനായിട്ടുള്ള കാര്യപ്രാപ്തി ഇല്ല, അല്ലെങ്കിൽ ഇൻ സം അതർ വേ ഹി ബിക്കം അൺഫിറ്റ്. ഈ കണ്ടീഷൻസിലെല്ലാം പ്രസിഡന്റിന് നമ്മുടെ UPSCയുടെ ചെയർപേഴ്സണോ മെമ്പേഴ്സിനോ റിമൂവ് ചെയ്യാം. ഇനി ഇത് കൂടാതെ മറ്റൊരു കണ്ടീഷനുണ്ട്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. ഈ കണ്ടീഷന്റെ അകത്തും ചെയർമാനെയോ ബാക്കി അതർ മെമ്പേഴ്സിനെയോ പ്രസിഡന്റിന് റിമൂവ് ചെയ്യാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ആരോപിച്ചിട്ടാണ് നമ്മളൊരു ചെയർപേഴ്സണോ മെമ്പറോ റിമൂവ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ആ മാറ്റർ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്യും. എന്നിട്ട് സുപ്രീം കോടതി ആ മാറ്റർ പഠിച്ച ശേഷം ഒരു തീരുമാനം പ്രസിഡന്റിലേക്ക് കൺവേ ചെയ്യും. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുപ്രീം കോടതി കൺവേ ചെയ്യുന്ന ആ മാറ്ററിലെ ഡിസിഷൻ പ്രസിഡന്റിന് ബൈൻഡിങ് ആണ്. Or otherwise, the advice rendered by the Supreme Court in this regard is binding on the president. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എന്താണ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ആരോപിച്ചിട്ടാണ് ചെയർപേഴ്സണോ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യുന്നതെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് മാറ്റർ റെഫർ ചെയ്യണം. സുപ്രീം കോടതിയിലേക്ക് റെഫർ ചെയ്ത ശേഷം സുപ്രീം കോടതി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പ്രസിഡന്റിലേക്ക് കൺവേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഡ്വൈസ് പ്രസിഡന്റിന് ബൈൻഡിങ് ആണ്. ഇനി വേണമെങ്കിൽ ആ കാലാവധിയിൽ പ്രസിഡന്റിന് ആ മെമ്പറിനെയോ ചെയർപേഴ്സണോ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനായിട്ട് പറ്റും. ഇനി കൃത്യമായിട്ട് എന്താണ് മിസ്ബിഹേവിയർ എന്നും കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. എന്താണ്? ഇൻട്രസ്റ്റ് ഓഫ് is concerned or interested in any contract or agreement made by the government of India or government of state, particulars in any way in the profit of such contract or agreement or in a benefit there or otherwise then as a member and in common with any other members of incorporated company. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റിന്റെയോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ലാഭം കിട്ടാനായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പ്രവൃത്തി അല്ലെങ്കിൽ ആ പ്രവൃത്തിയായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്ബിഹേവിയറിന്റെ കീഴിൽ വരും. അത്തരത്തിൽ വേണമെങ്കിലും പ്രസിഡന്റിന് അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും.
ഇനി ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് എന്ത് UPSC എന്ന് പറയുന്നത്. അപ്പൊ UPSCക്കും എന്ത് വേണം? കൃത്യമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് അവിടെ വേണം. ഇനി UPSCയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ആഡ് ചെയ്തത്? ഒന്നാമത് റിമൂവ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, ആകെ പ്രസിഡന്റിന് മാത്രമേ പറ്റുള്ളൂ. അതും നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് കൃത്യമായിട്ട് നിർവചിക്കുന്ന കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ആ പ്രൊവിഷൻസ് ഏതെങ്കിലും വയലേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ആ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പ്രസിഡന്റ് ആണ് ഒരു മെമ്പറിന്റെയും ചെയർപേഴ്സന്റെയും കണ്ടീഷൻസും അദ്ദേഹത്തിന്റെ സർവീസ് എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം ഒരു തവണ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡിസഡ്വാൻറ്റേജസിലേക്ക് പിന്നീട് ആ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന കണ്ടീഷൻസ് ഒന്നും വേരി ചെയ്യാനായിട്ട് പാടില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇല്ലാതിരുന്നതാണ്, ഇവിടെ ഉള്ള ഒരു എക്സ്ട്രാ ഇൻഡിപെൻഡൻസ് ആണ്. എക്സ്പെൻസസ്, സാലറീസ്, അലവൻസസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ദേ ആർ ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പൊ ഇമ്പോർട്ടൻസ് എന്താ? ദേ ആർ നോട്ട് വോട്ടബിൾ ബൈ ദ പാർലമെന്റ്. പാർലമെന്റ് ഡിസ്കസ് ചെയ്യാം, വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ പോയിന്റ് പറഞ്ഞിരുന്നില്ല, ബിക്കോസ് ദെയർ എക്സ്പെൻസസ് ആർ നോട്ട് ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഒരു വ്യക്തി UPSCയുടെ മെമ്പർ ആയിരുന്നു, ചെയർപേഴ്സണിന്റെ മെമ്പേഴ്സിന്റെ. അദ്ദേഹം ആ മെമ്പർ ആയിരിക്കുന്ന കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് ആകെ 2 പോസ്റ്റുകൾ മാത്രമേ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു വ്യക്തി മെമ്പർ ആയി കഴിഞ്ഞ് റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് 2 പോസ്റ്റുകൾ മാത്രമേ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്തെല്ലാമാണത്? ചെയർപേഴ്സൺ ഓഫ് ദ UPSC ഓർ ചെയർപേഴ്സൺ ഓഫ് ദ എനി അതർ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ ഒരു മെമ്പർ ആയിട്ട് റിട്ടയർ ആയ ഒരു വ്യക്തിക്ക് പിന്നീട് ആകെ 2 പോസ്റ്റുകളെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അടിയിലോ സ്റ്റേറ്റിന്റെ അടിയിലോ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഐദർ ആസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ UPSC or as the chairperson of the State Public Service Commission. ഇനി ഇതല്ലാതെ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലോ അദ്ദേഹത്തിന് വേറെ ഒരു പോസ്റ്റും പിന്നീട് ഗവൺമെന്റിന്റെ അടിയിൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ദേ ആർ നോട്ട് എലിജിബിൾ ഫോർ എനി റീ അപ്പോയിന്റ്മെന്റ്. അപ്പൊ മെമ്പർ ആയിരുന്ന ഒരു വ്യക്തിക്ക് ആകെ 2 ഓപ്ഷൻസേ ഉള്ളൂ. Either he can be appointed as the chairperson of the UPSC or as the chairperson of any other state public service commission. ഇനി UPSC പോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ചെയ്യുന്നതാണ് എന്ത്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പൊ എന്താണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ? UPSC എന്താണോ സെൻട്രൽ ലെവലിൽ ചെയ്യുന്നത് അതിന്റെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കാഡറുകളിലേക്ക് വേണ്ടി അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസസുകളിലേക്ക് വേണ്ടിയിട്ട് മെമ്പേഴ്സിനെ റിക്രൂട്ട് ചെയ്യുക. അതാണ് എന്ത്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പ്രൈമറി ആയിട്ടുള്ള ഫംഗ്ഷൻ. ആർട്ടിക്കിൾ ഏതാണ്? 315 to 323 സെയിം ആയിട്ടുള്ളതാണ്. ഇനി എന്താണ്? കോമ്പോസിഷൻസ് ഉണ്ടാവും, അതിന്റെ അപ്പോയിന്റ്മെന്റ്, അതിന്റെ റിമൂവൽ, അതിന്റെ പവേഴ്സ് ഫംഗ്ഷൻ, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 315 to 323. ഇനി ഇവരെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? UPSCയുടെ അപ്പോയിന്റ്മെന്റ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് ഗവർണറാണ്. ഇനി അവിടെ പറഞ്ഞ അതേ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആപ്ലിക്കബിൾ ആണ്. ഒന്നാമത് നോ ക്വാളിഫിക്കേഷൻ ഇസ് പ്രിസ്ക്രൈബ്. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ്? ഹാഫ് ഓഫ് ദ മെമ്പേഴ്സ് എന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് 10 years എങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അടിയിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ അടിയിലോ സർവീസ് ഉള്ളവരായിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ എന്താണ്? ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത് അവരുടെ സർവീസ് കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം. ഇനി അവരുടെ ടെന്യൂർ എത്രയാണ്? 6 years or 62 years. അവിടെ ശ്രദ്ധിക്കണം, 6 years or 65 ആയിരുന്നു. ഇവിടെ 6 years or 62 years ആണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം? ഒരു ആക്ടിംഗ് ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്യാം. എപ്പോഴാണ് ചെയർപേഴ്സന്റെ ഓഫീസ് വേക്കന്റ് ആവുക അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഈസ് അൺഎബിൾ ടു പെർഫോം ഹിസ് ഓർ ഹർ ഡ്യൂട്ടീസ്, ഈ കണ്ടീഷൻസിൽ എന്ത് ചെയ്യാം? ഗവർണർക്ക് വേണമെങ്കിൽ ഒരു ആക്ടിംഗ് ചെയർപേഴ്സണെയും ഇവിടെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഗവർണർ ആണെങ്കിലും റിമൂവൽ നടത്തുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്നത് ഗവർണർ ആണെങ്കിൽ കൂടി റിമൂവൽസ് നടത്തുന്നത് പ്രസിഡന്റ് ആണ്. only the president can remove the chairperson or a member of the state public service commission. ഇനി എന്തെല്ലാമാണ് കണ്ടീഷൻ? സിമിലർ കണ്ടീഷൻ. നമ്മൾ UPSCയുടെ ചെയർപേഴ്സണെ മെമ്പേഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന അതേ കണ്ടീഷൻ. ഇൻസോൾവെന്റ് ആവുക, അല്ലെങ്കിൽ പെയ്ഡ് എംപ്ലോയ്മെന്റ് ഔട്ട്സൈഡ് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒപ്പീനിയൻ ഓഫ് ദ പ്രസിഡന്റ് ഈസ് നോട്ട് അൺഎബിൾ ടു പെർഫോം ഹിസ് ഡ്യൂട്ടി. ഈ കണ്ടീഷൻസിലെല്ലാം തന്നെ അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ലാതെ എന്താണ് ഞാൻ അവിടെ പറഞ്ഞത്? മിസ്ബിഹേവിയർ അവിടെ പറഞ്ഞു അല്ലെ? ഇതേ സെയിം കണ്ടീഷൻ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. മിസ്ബിഹേവിയറിന്റെ കീഴിൽ വേണമെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അവിടെ പറഞ്ഞ സെയിം കണ്ടീഷൻ ആപ്ലിക്കബിൾ ആണ്. എന്താണ്? സുപ്രീം കോടതിയിലേക്ക് ഈ മാറ്റർ റെഫർ ചെയ്തിരിക്കണം.
സുപ്രീം കോടതി ഈ മാറ്ററിൽ എടുക്കുന്ന ഡിസിഷൻ എന്താണ്? പ്രസിഡന്റിന് ബൈൻഡിങ് ആയിരിക്കും. ഇനി ആ കോഴ്സ് ഓഫ് എൻക്വയറിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഗവർണർക്ക് ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും. ഇനി മിസ്ബിഹേവിയർ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ. എന്താണ്? ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് കമ്മീഷൻ ഓർ മെമ്പേഴ്സ് ഈസ് കൺസേൺ വിത്ത് ദ ഇൻട്രസ്റ്റ് ഇൻ എനി കോൺട്രാക്ട് ഓർ എഗ്രിമെന്റ് മെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇത്തരത്തിലുള്ളതാണ് എന്ത്? കൃത്യമായിട്ട് മിസ്ബിഹേവിയർ എന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവരുടെ ഇൻഡിപെൻഡൻസിന് എന്താണ്? ചെയർപേഴ്സൺ മെമ്പേഴ്സിനും എന്തുണ്ട്? സെക്യൂരിറ്റി ഓഫ് ടെനൂർ ഉണ്ട്, 6 years or 62 years. അവരെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതിയിൽ ആകെ പ്രസിഡന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അവരുടെ സർവീസ് കണ്ടീഷൻ ഗവർണറാണ് തീരുമാനിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ദേ കനോട്ട് ബി വേരിഡ് ടു ഹിസ് ഓർ ഹർ ഡിസഡ്വാൻറ്റേജ്. ഇനി അതോടൊപ്പം തന്നെ ഇവരുടെ സാലറീസും അലവൻസസും എല്ലാം എന്താണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റിൽ ചാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് സബ്ജക്ട് ടു വോട്ട് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചെയർപേഴ്സൺ, നമ്മൾ നേരത്തെ UPSCയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ചെയർപേഴ്സൺ ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തിന് ആകെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നില്ലെങ്കിൽ UPSCയിലേക്ക് പോവാം. UPSCയിലേക്ക് പോകുമ്പോൾ ഈ ക്യാൻ ഐദർ ബി എ മെമ്പർ ഓർ എ ചെയർപേഴ്സൺ. അപ്പോൾ ഒരു സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് റിട്ടയർ ആയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ടെനൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് UPSCയിലേക്ക് പോവാം. UPSCയിലേക്ക് ക്യാൻ ഐദർ ബി എ മെമ്പർ ഓർ എ ചെയർപേഴ്സൺ. പ്രശ്നമില്ല. പക്ഷേ ഇതല്ലാതെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് പോവാം. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അദ്ദേഹം ഇത് UPSCയിൽ മെമ്പറോ ചെയർപേഴ്സണോ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർപേഴ്സൺ ആവാം. ഇനി മെമ്പർ ആണെങ്കിലോ, മെമ്പർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് UPSCയിലേക്ക് പോവാം. ഹി ക്യാൻ ഐദർ ബി എ ചെയർപേഴ്സൺ ഓർ എ മെമ്പർ ഓഫ് UPSC ഓർ എ ചെയർമാൻ ഓഫ് ദ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഓർ എനി അതർ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് അദ്ദേഹം മെമ്പർ ആയിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് അദ്ദേഹത്തിന് ഇരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കാം. അപ്പൊ എന്താണ് അതിലെ ഡിഫറൻസ്? ചെയർപേഴ്സൺ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആകെ പിന്നുള്ളത് UPSCയിലെ മെമ്പർ ഓർ ചെയർപേഴ്സൺ, പിന്നോർ ചെയർപേഴ്സൺ ഓഫ് എനി അതർ സ്റ്റേറ്റ്. പക്ഷെ മെമ്പറിന് അങ്ങനെയല്ല, വേണമെങ്കിൽ അതേ സ്റ്റേറ്റിലെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി ഏതെങ്കിലും സ്റ്റേറ്റിലെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കാം. ഇനി ചെയർപേഴ്സണോ മെമ്പേഴ്സിനോ യാതൊരു കാരണവശാലും എന്തില്ല? റീ അപ്പോയിന്റ്മെന്റ് ഇല്ല. നമ്മൾ UPSCയിൽ പറഞ്ഞ പോലെ തന്നെ ചെയർപേഴ്സണോ മെമ്പേഴ്സിനോ യാതൊരു കാരണവശാലും ഇവിടെയും റീ അപ്പോയിന്റ്മെന്റ് ഇല്ല. ഇതെല്ലാം എന്താണ് സൂചിപ്പിക്കുന്നത്? അവരുടെ ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഇത്രത്തോളം ദൃഢമായിട്ടായിരിക്കണം എന്ത് UPSCയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും പെരുമാറേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കണം ഇവരുടെ ഫംഗ്ഷനിങ് നടക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു ബോഡിയാണ് ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നോ അതിലധികം സ്റ്റേറ്റുകളോ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാക്കുന്നത്. UPSCയും സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനും എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിരുന്നു. പക്ഷേ ഈ ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഒരു നിയമം വഴിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയല്ല. ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇനി ഇവരുടെ മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്, മെമ്പേഴ്സിനെ ചെയർപേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. They can hold office for 6 years or 62 years of age, whichever is earlier. ഇനി വേണമെങ്കിൽ അവർക്ക് പ്രസിഡന്റിനെ എഴുതി കൊടുത്ത് അവർക്ക് റിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് UPSCയും സ്റ്റേറ്റ് PSCയും ജോയിന്റ് പബ്ലിക് സർവീസ് കമ്മീഷനും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഫിനാൻസ് കമ്മീഷൻ. ആർട്ടിക്കിൾ 280. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ചാർജ് എടുത്തു, നിങ്ങൾ ന്യൂസിൽ വായിച്ചിട്ടുണ്ടാവും. ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഫിനാൻസ് കമ്മീഷൻ. എന്താണ് ആർട്ടിക്കിൾ 280? ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റ് ആണ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. യൂഷ്വലി 5 yearsലാക്കിയാണ്. പക്ഷെ ദാറ്റ് ഡസ് നോട്ട് മീൻ എല്ലാ 5 വർഷത്തേക്ക് മാത്രമേ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓർ സച്ച് അറ്റ് എനി ഏർലിയർ ടൈം ഹി ഓർ ഷീ സീംസ് ഇറ്റ് നെസസറി. പ്രസിഡന്റിന് അത് തോന്നാണ് ഒരു നെസസറി ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ 5 years മുമ്പോ അല്ലെങ്കിൽ അതിന്റെ കാലാവധിക്ക് മുമ്പോ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആർട്ടിക്കിൾ 280യുടെ അടിയിൽ ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫിനാൻസ് കമ്മീഷന്റെ കോമ്പോസിഷൻ എന്താണ്? ഒന്ന്, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, 4 other members ഉണ്ടാവും. സോ ഫിനാൻസ് കമ്മീഷൻ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ ആൻഡ് 4 other members. ഇവർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ആണ് യൂഷ്വലി. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് പ്രസിഡന്റ് എത്ര നാളത്തേക്കാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്? ഇപ്പൊ 6 years 62 അങ്ങനെയല്ല,
പ്രസിഡന്റ് എത്ര കാലാവധിയിലേക്കാണ് ഇവർ അപ്പോയിന്റ് ചെയ്യുന്നത്, അതാണ് അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ഇനി അവരെ റീഅപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുമോ? യെസ്, ദേ ആർ എലിജിബിൾ ഫോർ റീഅപ്പോയിന്റ്മെന്റ്. അതോടൊപ്പം തന്നെ ഇവരുടെ ക്വാളിഫിക്കേഷൻസും മറ്റ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പാർലമെന്റിനാണ്. പാർലമെന്റിനാണ് ആ പവർ കൊടുത്തിരിക്കുന്നത്. ദ പാർലമെന്റ് ക്യാൻ ഡിറ്റർമൈൻ ദ ക്വാളിഫിക്കേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫിനാൻസ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ ഫിനാൻസ് കമ്മീഷന് വേണ്ടി ഒരു ലോ പാസ്സാക്കിയിട്ട് ഫിനാൻസ് കമ്മീഷന്റെ മെമ്പേഴ്സിന്റെ അതിന്റെ ചെയർപേഴ്സന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്വാളിഫിക്കേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? ഒന്നാമത്, മെമ്പറിന് he should be a judge of the high court or he should be qualified to become a judge. അപ്പൊ ഒന്നാമത്തെ മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹൈക്കോർട്ടിന്റെ ജഡ്ജ് ആയിരിക്കണം, അല്ല എങ്കിൽ ഹൈക്കോർട്ടിന്റെ ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ വേണം. രണ്ടാമത്, ഫിനാൻസ് ഓർ അക്കൗണ്ട്സ് ഓഫ് ദ ഗവൺമെന്റിൽ എക്സ്പെർട്ടീസ് ഉള്ള ഒരാളായിരിക്കണം. മൂന്നാമത്, ഫിനാൻഷ്യൽ മാറ്റേഴ്സിലും അഡ്മിനിസ്ട്രേഷനിലും വൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. നാലാമത്, എക്കണോമിക്സിൽ കൃത്യമായിട്ടുള്ള നോളജ് ഉള്ള ഒരാളായിരിക്കണം. There is a chairperson along with 4 other members. ആ 4 other members ന്റെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൺ ഓഫ് ദ റെക്കമെൻഡേഷൻസ് പുട്ട് ഫോർവേഡ് ബൈ ദ ഫിനാൻസ് കമ്മീഷൻ ആർ ബൈൻഡിങ് ഓൺ ദ ഗവൺമെന്റ്. They are only in advisory nature. Once more, none of the recommendations put forward by the Finance Commission to the government of India are binding. They are only an advisory nature. അതായത് ഗവൺമെന്റിന് വേണമെങ്കിൽ അത് എടുക്കാം, എടുക്കാതിരിക്കാം. ഗവൺമെന്റിന്റെ ഡിസ്ക്രിഷണറി പവർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറയുന്നില്ല ഫിനാൻസ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങളെല്ലാം ബൈൻഡിങ് ആണ്. ഇല്ല, ഫിനാൻസ് കമ്മീഷൻ പറയുന്നതെല്ലാം ഒരു അഡ്വൈസറി നേച്ചറിലാണ്. ഗവൺമെന്റിന് വേണമെങ്കിൽ അത് എടുക്കാം, വേണമെങ്കിൽ അത് എടുക്കാതിരിക്കാനുള്ള ഡിസ്ക്രിഷണറി പവറും ഫിനാൻസ് കമ്മീഷനിലേക്കുണ്ട്. സോ ദിസ് ബ്രിങ് അസ് ടു ദ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നവരാണ് GST കൗൺസിൽ. എന്താണ് GST കൗൺസിൽ? നമ്മൾ കണ്ടു 101st അമെന്റ്മെന്റ് വഴി നമ്മൾ എന്ത് ചെയ്തു? GST ഇൻട്രൊഡ്യൂസ് ചെയ്തു, അല്ലെ? നമ്മുടെ കാസ്കേഡിംഗ് എഫക്ട് ഓഫ് ടാക്സ് മാറ്റിയിട്ട് ഒരു 1 India 1 ടാക്സ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഒറ്റ സ്ട്രക്ചർ ടാക്സേഷൻ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നു. സോ എന്താണ് GST കൗൺസിൽ എന്ന് പറയുന്നത്? GST കൗൺസിൽ ബേസിക്കലി ഒന്നുമില്ല, ഈ GSTയുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് സെൻട്രൽ ലെവലിലെ സെൻട്രൽ ഗവൺമെന്റിലെയും സ്റ്റേറ്റ് ലെവലിലെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ആ മൾട്ടിപ്പിൾ സ്റ്റേറ്റിലെ മെമ്പേഴ്സ് ചേർന്നിരിക്കുന്നതിനാണ് നമ്മൾ GST കൗൺസിൽ എന്ന് പറയാം. ആർട്ടിക്കിൾ എന്താണ്? 279A ആണ് അതിനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. ഇനി യൂണിയൻ റവന്യൂ സെക്രട്ടറി എന്തായിരിക്കും? ഇതിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ് വരുന്നത്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ. യൂണിയൻ ലെവലിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും ആര്? GST കൗൺസിലിലെ ചെയർപേഴ്സൺ. ഇനി അതുകൂടാതെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഇൻ ചാർജ് ഓഫ് റവന്യൂ ആൻഡ് ഫിനാൻസ് ഇതിന്റെ മെമ്പർ ആയിരിക്കും. അലോങ് വിത്ത് ഓരോ സ്റ്റേറ്റിലെയും ഓരോ സ്റ്റേറ്റില് ഫിനാൻസിന് ഒരു മിനിസ്റ്റർ ഉണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സേഷനിൽ ഒരു മിനിസ്റ്റർ ഉണ്ടാവും. അദ്ദേഹമോ അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു മിനിസ്റ്ററോ. അപ്പൊ ഫിനാൻസ് മിനിസ്റ്ററാണ് യൂഷ്വലി റെപ്രസെന്റ് ചെയ്യാറ്. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഏത് മിനിസ്റ്റർ ആണോ അങ്ങനെ. ഇവരാണ് എന്ത്? GST കൗൺസിലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ചെയർപേഴ്സൺ ആരായിരിക്കും? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. ഇനി ഇത് കൂടാതെ ഒരു വൈസ് ചെയർപേഴ്സണെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാബിനറ്റ് ചെയർപേഴ്സൺ ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റമിന് ഇതിന്റെ ഒരു പെർമനന്റ് ഇൻവൈറ്റി ആയിട്ടുണ്ട്. അതായത് കൗൺസിലിന്റെ ഒരു പെർമനന്റ് ഇൻവൈറ്റി ആയിട്ട് യൂണിയൻ ക്യാബിനറ്റ് ചെയർപേഴ്സൺ ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിനെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നതും ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സോ GST കൗൺസിലിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ അതൊക്കെ നമുക്ക് കിട്ടും. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. ആർട്ടിക്കിൾ എന്തായിരുന്നു? ആർട്ടിക്കിൾ 338ന്റെ അടിയിൽ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വരുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പക്ഷെ നാഷണൽ കമ്മീഷൻ ഫോർ വുമണോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രനോ ഇതൊന്നും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല. ഇതെല്ലാം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സോ ഒറിജിനലി ആർട്ടിക്കിൾ 338ന്റെ അടിയിൽ ഒരു ഓഫീസ് ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഇനി അവരിന് ശേഷം 1978 ഗവൺമെന്റ് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി മൾട്ടി മെമ്പർ കമ്മീഷൻ ഉണ്ടാക്കി ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന്. പിന്നീട് 65th അമെന്റ്മെന്റ്
1990 65th അമെന്റ്മെന്റ് വഴിയാണ് ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നുള്ള രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീനെ വെൽ പ്ലേസ്ഡ് ആയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ഒരു 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് 2003 എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെയും ഷെഡ്യൂൾഡ് ട്രൈബിന്റെയും കമ്മീഷൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിട്ട് നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി ഇതിനെ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്ത് ആർട്ടിക്കിൾ 338ന്റെ അടിയിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും 338A അടിയിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. സോ എന്താണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 65th കോൺസ്റ്റിറ്റ്യൂഷൻ. ദിസ് ബ്രിങ്സ് ടു ദ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്. 65th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന്റെ അടിയിൽ എന്ത് ചെയ്തു? നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും ഡിഫറെന്റ് നീഡ്സ് ആണ്. ആ ഡിഫറെന്റ് നീഡ്സിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് മിനിസ്ട്രീസ് വേണം, അല്ലെങ്കിൽ ഡിഫറെന്റ് മിനിസ്ട്രീസിന്റെ അടിയിൽ ഡിഫറെന്റ് ബോഡീസ് വേണം എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിനെയും 65th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വഴി നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്തു. ഇനി എന്താണ് ഇതിന്റെ ഒരു കോമ്പോസിഷൻ ആയിട്ട് വരുന്നത്? ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, അതോടൊപ്പം തന്നെ 3 other members ഉണ്ടാവും. ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ along with 3 other members. ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് യൂഷ്വലി 3 years ആണ്. 2 പ്രാവശ്യം ഇവരെ അപ്പോയിന്റ് ചെയ്യാം. അതിനുശേഷം ഇവരെ റീ അപ്പോയിന്റ്മെന്റിനുള്ള സാധ്യത ഇവിടെ ഇല്ല. ഇത് തന്നെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിന്. ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ along with 3 other members. ടെന്യൂർ 3 years ആണ്. ഒരു 2 പ്രാവശ്യത്തേക്ക് അവരെ റീപോയിന്റ് ചെയ്യാം. അതിനുശേഷം അവരെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇനി ഇതേ ലൈനിൽ വരുന്ന തന്നെ അനദർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ത്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. അപ്പൊ നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ക്ലാസ് നോക്കി, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് നോക്കി, ഇനി നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. 1992 മണ്ഡൽ കേസിന് ശേഷമാണ് ഒരു ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെയും നീഡ് അഡ്രസ് ചെയ്യാനായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വേണം. അവരുടെയും നീഡ്സ് കൂടി കോൺസ്റ്റിറ്റ്യൂഷണലി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടിന്റെ അടിയിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ക്യാരി ചെയ്യുന്ന ഒരു ബോഡി ആയിരിക്കും അതിനെ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇത്തരത്തില് 102nd അമെന്റ്മെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2018 നമ്മൾ ബാക്ക്വേർഡ് ക്ലാസസ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. 2018 102nd അമെന്റ്മെന്റ് വഴി നമ്മൾ എന്ത് ചെയ്തു? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുത്തു. അപ്പൊ എന്ത് പറ്റി? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റിന്റെയും ഷെഡ്യൂൾ ട്രൈബിന്റെയും ഈക്വൽ ലൈൻസിൽ എന്തായി? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. ഇനി എന്താണ് ഇവരുടെ കോമ്പോസിഷൻ? പ്രസിഡന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഒരു ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ along with 3 other members ഉണ്ടാവും. യൂഷ്വലി ടെന്യൂർ 3 yearsലേക്കായിരിക്കും. അതുകൂടാതെ 2 ടേമിലേക്ക് അവർ അപ്പോയിന്റ് ചെയ്യാം. അതിനുശേഷം അവരെ റീ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് അനദർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ട്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. അവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പെട്ടെന്ന് ഇത് കൺഫ്യൂഷൻ ആവും. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. അതെന്താണ്? ഒരു നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതേസമയം സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്താണ്? അത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇവിടെ ആ പോയിന്റ് ആദ്യം വളരെ കൃത്യമായിട്ട് വയ്ക്കാം. ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വേണമെന്നൊന്നും പറഞ്ഞില്ല. ഒറിജിനൽ ആദ്യമായിട്ട് ഇത് പറഞ്ഞത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം വേണം, അല്ലെങ്കിൽ ഇവരുടെ നീഡ്സും കൂടി അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ബോഡി വേണം എന്ന രീതിയിൽ ആദ്യത്തെ റെക്കമെൻഡേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആർട്ടിക്കിൾ 350B അടിയിലാണ് നമ്മൾ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീനെ നമ്മൾ കൊണ്ടുവരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇയാളെ അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് പറ്റും. അദ്ദേഹം ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ശേഷം ആ റിപ്പോർട്ട് പാർലമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ കൺസേൺഡ് സ്റ്റേറ്റിലേക്കും അദ്ദേഹത്തിന് വേണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷനോ ടെന്യൂറോ സാലറിയോ അലവൻസസോ ഒന്നിനെ കുറിച്ചോ റിമൂവലിനെ കുറിച്ചോ ഒന്നിനെയും കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും പറയുന്നില്ല. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് സൈലന്റ് ഓൺ ഓൾ ദീസ് മാറ്റേഴ്സ്. ഇനി ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. റീജിയണൽ ഓഫീസസ് ഉണ്ട്, ബെൽഗാം കർണാടക, ചെന്നൈ കൊൽക്കത്ത. അതിനെല്ലാത്തിനും അസിസ്റ്റന്റ് കമ്മീഷണേഴ്സും ഉണ്ട്. ദിസ് ഈസ് വാട്ട് constitute the National Commission for the Special Officer for Linguistic Minority. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG. ആർട്ടിക്കിൾ 148 ആണ് നമ്മുടെ CAG-നെ കുറിച്ച്
പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡന്റ് ഓഫീസാണ്. ബേസിക്കലി ഒരു ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ CAG എന്ന് പറയുന്നത് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട്, സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട്, കണ്ടിജൻസി ഫണ്ട് എങ്ങനെയാണ് ഈ പാസ്സാക്കിയിരിക്കുന്ന എമൗണ്ട് കൃത്യമായിട്ടാണോ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, എൻഡ് യൂസറിൽ മീറ്റ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള ലാപ്സുകൾ നടന്നിട്ടുണ്ടോ, കറപ്ഷൻസ് നടന്നിട്ടുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഈസ് ദ ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് ആൻഡ് കൺട്രോൾസ് ദ എൻറ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് ദ കൺട്രി. ബോത്ത് ലെവൽ, സെൻട്രൽ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും കൃത്യമായിട്ട് ഇദ്ദേഹമാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ഇനി ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് കൃത്യമായിട്ടാണോ കൈകാര്യം ചെയ്യുക എന്നതിൽ CAGയുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി CAGനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ഒബ്വിയസ്ലി പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്ത ശേഷം അദ്ദേഹം ഒരു ഓത്ത് എടുക്കുന്നുണ്ട്. ട്രൂ ഫെയ്ത്ത് ആൻഡ് അലിജൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സോവറിനിറ്റി അദ്ദേഹം കൃത്യമായിട്ട് അപ്ഹോൾഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഡ്യൂലി ആൻഡ് ഫെയ്ത്ത്ഫുള്ളി അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഓഫ് നോളേജിൽ കൃത്യമായിട്ട് ആക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷനെയും നിയമങ്ങളെയും അപ്ഹോൾഡ് ചെയ്തോളാം. ഇതെല്ലാമാണ് എന്ത്? അദ്ദേഹം എടുക്കുന്ന ഓത്തിന്റെ കൃത്യമായിട്ടുള്ള കണ്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ കാലാവധി 6 years or 65 years of age, whichever is earlier. യൂഷ്വലി നമ്മൾ പറയുന്ന എല്ലാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ ഹെഡിന്റെ അതേ ഏജ് തന്നെയാണ്. ഇനി വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രസിഡന്റിലേക്ക് ലെറ്റർ എഴുതിയിട്ട് റെസിഗ്നേഷന് താല്പര്യം പ്രകടിപ്പിക്കാനായിട്ട് കഴിയും. ഇനി ഇദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ടുള്ള പവർ പ്രസിഡന്റിന്റെ കയ്യിലാണ്. പക്ഷെ അദ്ദേഹത്തിന് വെറുതെ അങ്ങനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. He can be only removed in a similar manner as the removal of the judge of the Supreme Court. But Supreme Court ജഡ്ജിനെ എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്? മെജോറിറ്റി ഓഫ് ദ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് both the houses of the parliament. അപ്പൊ എങ്ങനെയാണോ സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജിനെ റിമൂവ് ചെയ്യുന്നത്, അതേ പ്രൊസീജിയറിലൂടെ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഇപ്പൊ പറഞ്ഞതുകൊണ്ട് തന്നെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കേണ്ട ബോഡിയാണ്. എത്തരത്തിലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻഡിപെൻഡൻസ് ഉറപ്പുവരുത്തുന്നത്? ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി ഓഫ് ടെന്യൂർ 6 years or 65 years. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ റിമൂവൽ ആർക്കാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് അങ്ങനെ വെറുതെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇല്ല, ഉള്ളി ആസ് എ പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദ റിമൂവൽ ഓഫ് ദ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട്. ഇനി അദ്ദേഹത്തിന് എന്താണ്? അദ്ദേഹത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അടിയിലോ സ്റ്റേറ്റ് ഗവൺമെന്റ് അടിയിലോ യാതൊരു കാരണവശാലും ഒരു റീ അപ്പോയിന്റ്മെന്റിനുള്ള സാധ്യത. അദ്ദേഹത്തിന്റെ സർവീസ് ടെന്യൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അടിയിൽ യാതൊരു എംപ്ലോയ്മെന്റിനും അദ്ദേഹത്തിന് റീ അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അദ്ദേഹത്തിന്റെ സാലറീസ് അലവൻസസ് എല്ലാം പാർലമെന്റ് ആണ് തീരുമാനിക്കുന്നത്. പക്ഷെ വൺസ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ സാലറീസോ അലവൻസസോ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് മാറ്റാനായിട്ട് പാടില്ല. ഇനി അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ആയാലും സാലറീസ് അലവൻസസോ ബാക്കി കാര്യങ്ങളായാലും എന്താണ്? ദേ ആർ ചാർജ് ഓൺ ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. അപ്പൊ എന്താണ് പ്രത്യേകത? അദ്ദേഹത്തിന് ഒരു കാരണവശാലും പാർലമെന്റിന്റെ വോട്ടെടുപ്പിലേക്ക് അത് ഇടാനായിട്ട് പാടില്ല. ഇനി 146ന്റെ അടിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റിനാണ് അധികാരം കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടുകളോ നിയമങ്ങളോ പാസ്സാക്കാൻ. ഇത്തരത്തിൽ പാർലമെന്റ് ആക്ടുകൾ പാസ്സാക്കി. എന്തെല്ലാമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ? കൺസോളിഡേറ്റഡ് ഫണ്ട് ഇന്ത്യയുടെയും സ്റ്റേറ്റിന്റെയും കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക. കണ്ടിജൻസി ഫണ്ട് ഏതെങ്കിലും രീതിയിൽ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക. വേണമെങ്കിൽ പെർഫോമൻസ് ഓഡിറ്റ് നടത്താനായിട്ടുള്ള പവർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതായത് കൊടുത്തിരിക്കുന്ന പൈസ കൃത്യമായിട്ടാണോ വിനിയോഗിച്ചിരിക്കുന്നത്, അതിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ചുകൂടി നന്നായിട്ട് വിനിയോഗിക്കാമായിരുന്നോ, ഇതെല്ലാം പെർഫോമൻസ് ഓഡിറ്റിലൂടെയും അദ്ദേഹത്തിന് വേണമെങ്കിൽ ചെയ്യാം. ഇത് കൂടാതെ വേണമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള കമ്പനീസിന്റെ ഫങ്ഷനിങ് കറക്റ്റ് ആണോ, അതിന്റെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അതിന്റെ ഓഡിറ്റ് നടത്താനായിട്ടുള്ള പവർ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കയ്യിലുണ്ട്. So this brings me to the second last constitutional body, Attorney General of India, or he can be called as the Advocate of the Government of India. Simply നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയാം. ആർട്ടിക്കിൾ 76 ആണ് നമ്മുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത്. ആരാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ പേഴ്സൺ ടു ബി അപ്പോയിന്റഡ് ആസ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ഷുഡ് മീറ്റ് ദ ക്വാളിഫിക്കേഷൻ ടു ബിക്കം ദ ജഡ്ജ് ഓഫ് എ സുപ്രീം കോർട്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആവണമെങ്കിൽ അദ്ദേഹത്തിന് എന്തുണ്ടാവണം? സുപ്രീം കോർട്ട് ജഡ്ജ് ആവാനായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും അദ്ദേഹം മീറ്റ് ചെയ്തിരിക്കണം. എന്തെല്ലാമാണ്? ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, ഹി ഷുഡ് ഹാവ് ബീൻ ഐദർ എ ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് ഫോർ 5 years or he should have been practicing as a lawyer in high court for 10 years. ഈ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ? അദ്ദേഹത്തിന് ഒരു സുപ്രീം കോർട്ടിന്റെ ഒരു ജഡ്ജ് ആവാനായിട്ട് പറ്റുള്ളൂ.
ഈ ക്വാളിഫിക്കേഷൻസ് തന്നെയാണ് എന്ത് അറ്റോർണി ജനറൽ ആവാനായിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റോർണി ജനറലിന്റെ ടെനൂറിനെ കുറിച്ചൊന്നും പറയുന്നില്ല. യൂഷ്വലി അറ്റോർണി ജനറൽ എപ്പോഴാണ് ഒരു ഗവൺമെന്റ് ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി അദ്ദേഹവും റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യാറാണ് പതിവ്. അദ്ദേഹത്തിന് അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെനൂർ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇനി അതോടൊപ്പം തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഏത് സമയത്തും പ്രസിഡന്റിന് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുത്ത് അദ്ദേഹത്തിന് പോവാവുന്നതാണ്. അതോടൊപ്പം തന്നെ അറ്റോർണി ജനറലിന് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സാലറി ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് ഫ്രം ടൈം ടു ടൈം പ്രസിഡന്റ് ആണ് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി എന്തെല്ലാമാണ് അറ്റോർണി ജനറലിന്റെ മേജർ ആയിട്ടുള്ള ഡ്യൂട്ടീസും ഫങ്ഷൻസും? ഫസ്റ്റ് വൺ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ അഡ്വൈസ് ചെയ്യുക. ലീഗൽ മാറ്റേഴ്സിലെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യനെ അഡ്വൈസ് ചെയ്യുന്നത് അറ്റോർണി ജനറൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാരണവശാല ലീഗൽ ക്യാരക്ടേഴ്സ് ഉള്ള ഡ്യൂട്ടീസ് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ലീഗൽ ക്യാരക്ടേഴ്സ് ഉള്ള ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുന്നത് അറ്റോർണി ജനറൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ വേറെ കോൺസ്റ്റിറ്റ്യൂഷൻ വഴിയോ നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ അറ്റോർണി ജനറലിന് ഉണ്ടെങ്കിൽ അതും ചെയ്യുന്നത് അറ്റോർണി ജനറലിന്റെ ഫംഗ്ഷനാണ്. ഇനി അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ പ്രസിഡന്റ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 143 അടിയിൽ പ്രസിഡന്റിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയുടെ അടുത്ത് അഡ്വൈസ് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ അത്തരത്തിലുള്ള റെഫറൻസുകൾ പ്രസിഡന്റ് മേക്ക് ചെയ്യുന്നത് അറ്റോർണി ജനറൽ ത്രൂ ആയിരിക്കും. സോ ദ പ്രസിഡന്റ് വിൽ മേക്ക് എ റെഫറൻസ് ടു ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ത്രൂ ദ അറ്റോർണി ജനറൽ. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ മാറ്റേഴ്സും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കേസിൽ ഒരു പാർട്ടി ആണെങ്കിൽ ആ കേസായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാറ്റേഴ്സിലെല്ലാം അപ്പിയർ ചെയ്യുന്നത് അറ്റോർണി ജനറൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഹൈക്കോർട്ടിലേക്ക് ഏതെങ്കിലും കാരണവശാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹൈക്കോർട്ടിൽ റെപ്രസെന്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റെപ്രസെന്റേഷൻസും നടത്തുന്നത് അറ്റോർണി ജനറൽ ആയിരിക്കും. ഇനി ഇത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചും കൂടി വലിയൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു ഭീകരമായ ഫങ്ഷൻസ് എല്ലാം അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും റൈറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അതായത് ഒരു വ്യക്തി അറ്റോർണി ജനറൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടെറിട്ടറിയുടെ അകത്തുള്ള ഏത് കോടതികളിലും സുപ്രീം കോർട്ടോ ഹൈക്കോർട്ടോ ലോക്കൽ കോർട്ട്സോ ഏതിലായാലും അദ്ദേഹത്തിന് റൈറ്റ് ടു ഓഡിയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പാർലമെന്റിന്റെ 2 ഹൗസിൽ ലോകസഭയിലായാലും രാജ്യസഭയിലായാലും ജോയിന്റ് സിറ്റിംഗിലായാലും അദ്ദേഹത്തിന് അവിടെ വരാനും സംസാരിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. ഹി കനോട്ട് വോട്ട്. എന്താണ് വോട്ട് ചെയ്യാൻ പറ്റാത്തത്? ബിക്കോസ് ഹി ഈസ് നോട്ട് എ മെമ്പർ. പക്ഷെ അദ്ദേഹത്തിന് അവിടെ വരാനും അദ്ദേഹത്തിന് അവിടെ സംസാരിക്കാനുമായിട്ടുള്ള എല്ലാ അവകാശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന് എന്തെല്ലാം പ്രിവിലേജസും ഇമ്മ്യൂണിറ്റീസും ഉണ്ടോ അത് എല്ലാം തന്നെ നമ്മുടെ അറ്റോർണി ജനറലിനും ആപ്ലിക്കബിൾ ആണ്. ഇത് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോർണി ജനറലിന്റെ മുകളിൽ കുറച്ച് ലിമിറ്റേഷൻസ് നമ്മൾ വെക്കുന്നുണ്ട്. ഒന്നാമത്, ഗവൺമെന്റിനെതിരെയുള്ള ഒരു കേസ് അദ്ദേഹത്തിന് ഹാജരാവാനോ അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസുകൾ, അത്തരത്തിലുള്ള കേസുകളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിന് ഹാജരാകാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലേക്കോ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ സാങ്ഷൻ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ആ ബോർഡിലേക്ക് ഡയറക്ടർ ബോർഡിലേക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിന്റെ ലോയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് പ്രൈവറ്റ്ലി പോയിട്ട് ഒരു മിനിസ്റ്ററെയോ ഡിപ്പാർട്ട്മെന്റിനോ അഡ്വൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ആസ് ആൻ അറ്റോർണി ജനറൽ അദ്ദേഹത്തിന് നേരിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഒരു അഡ്വൈസ് വേണമെങ്കിൽ അത് കൃത്യമായുള്ള പ്രോപ്പർ ചാനലിലൂടെ, മിനിസ്റ്റർ ഓഫ് ലോയിലൂടെ ജസ്റ്റിസിലൂടെ ഉള്ള പ്രോപ്പർ ചാനലിലൂടെ അദ്ദേഹത്തിന് ഒരു റിക്വസ്റ്റ് വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി അറ്റോർണി ജനറലിന് ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇത്രയും മൾട്ടിപ്പിൾ കോർട്സിൽ ഒരേ സമയം പ്രസന്റ് ആവാനായിട്ട് കഴിയില്ല. സോ അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈക്വൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ഷെയർ ചെയ്യാനാണ് നമ്മൾ സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 76 അടിയിൽ അല്ല വരുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. അറ്റോർണി ജനറലിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളിസിറ്റർ ജനറലിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ആബ്സെന്റ് ആയിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത സമയങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഈ കേസുകൾ വാദിക്കുന്നതും അതിന്റെ റെപ്രസെന്റേഷൻസും നടത്തുന്നതും സോളിസിറ്റർ ജനറൽ ആയിരിക്കും. ഇനി ഇതേ സാധനം തന്നെ സ്റ്റേറ്റ് ലെവലിലേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എന്തായി? അഡ്വക്കേറ്റ് ജനറലായി.
അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെയാണോ അറ്റോർണി ജനറൽ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരായിരിക്കും? അഡ്വക്കേറ്റ് ജനറൽ. സെൻട്രൽ ലെവലിൽ അറ്റോർണി, സ്റ്റേറ്റ് ലെവലിൽ അഡ്വക്കേറ്റ് ജനറൽ. അപ്പൊ സ്റ്റേറ്റിന്റെ ആരാണ്? സ്റ്റേറ്റിന്റെ അഡ്വക്കേറ്റ് ആണ്, ഒഫീഷ്യൽ അഡ്വക്കേറ്റിനാണ് നമ്മൾ അഡ്വക്കേറ്റ് ജനറൽ. ആർട്ടിക്കിൾ 165 ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിൽ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറാണ്. അദ്ദേഹം ഹയസ്റ്റ് ലോ ഓഫീസർ ഇൻ ദ സ്റ്റേറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരു വ്യക്തിയെ ഗവർണർ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണം? അദ്ദേഹത്തിന് ഒരു ഹൈക്കോർട്ടിന്റെ ജഡ്ജ് ആവാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ അദ്ദേഹം പൂർത്തിയാക്കണം. He should be qualified to become a judge of the High Court in order to be appointed as the Advocate General. എന്തൊക്കെയാണ്? He should be a citizen of India. He should have held the judicial offices for 10 years or should have been a advocate in the High Court for 10 years. ഈ കണ്ടീഷൻസ് പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ റിമൂവൽ ഗവർണർ ആണ് അദ്ദേഹത്തിന് റിമൂവ് ചെയ്യുന്നത്. ഈവൻ ദോ ഹി ഈസ് അപ്പോയിന്റഡ് ബൈ ദ ഗവർണർ, ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് റിമൂവ് ചെയ്യാനായിട്ട് കഴിയും. അദ്ദേഹം ഗവൺമെന്റിന്റെ അടിയിൽ ഒരു ഓഫീസർ ഒന്നുമല്ല, അദ്ദേഹത്തിന് വേണമെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോവാം. ഇനി യൂഷ്വലി എന്താണ് സംഭവിക്കുന്നത്? എപ്പോഴാണോ സ്റ്റേറ്റ് ഗവൺമെന്റ് റിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ കാലാവധി ഇരുന്ന് അതേ പീരീഡിൽ തന്നെ അഡ്വക്കേറ്റ് ജനറലും റിസൈൻ ചെയ്യാറാണ് പതിവ്. സോ ദിസ് brings us to the last slide of the class. എന്താണ് അഡ്വക്കേറ്റ് ജനറലിന്റെ ഡ്യൂട്ടീസ്? നമ്മൾ എന്താണോ സെൻട്രൽ ലെവലിൽ അറ്റോർണി ജനറലിന്റെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ അത് തന്നെ സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യേണ്ട കേസുകളിൽ ഹൈക്കോർട്ടിലായാലും സുപ്രീം കോടതിയായാലും സ്റ്റേറ്റ് ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കേസുകളിൽ റെപ്രസെന്റ് ചെയ്യുക, ഏതെങ്കിലും രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനോ ബാക്കി നിയമങ്ങളോ ഏതെങ്കിലും പ്രത്യേക ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇതെല്ലാമാണ് എന്ത്? അഡ്വക്കേറ്റ് ജനറലിന്റെ മേജർ ആയിട്ടുള്ള ഫംഗ്ഷൻ. So this completes the total class based on the constitutional bodies. അപ്പൊ നമുക്ക് നേരെ തിരിച്ച് എന്താണ് UPSC ചോദിച്ചിട്ടുള്ള രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഓർ ബോഡീസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് വൺ, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, നാഷണൽ ലോ കമ്മീഷൻ, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. How many of the above are constitutional body? Only one, only two, only three, only four, or four? എന്താണ് ഇവിടെ നമ്മൾ പഠിച്ചത്? നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ് എന്ത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ബാക്കി ഒന്നും തന്നെ എന്തല്ല? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയാലും ലോ കമ്മീഷൻ ആയാലും കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ആയാലും ഇതൊന്നും എന്തല്ല? ഇതൊന്നും തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ആകെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് വരുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. സോ ദ ആൻസർ ഈസ് എ, only one. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ is a 5-member body. Second one, the Union Minister of Home Affairs decides the election schedule for conducting both general election and by-election. Third one, the Election Commission resolves the dispute relating to splits or mergers of the recognized political party. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കാം. Election Commission is a 5-member body. ആണോ? ഞാൻ പറഞ്ഞത് എന്താ? There is a Chief Election Commissioner and 2 other election commissioners. അപ്പൊ എത്രയാണ്? ഒരു 3-member ബോഡിയാണ്. It is not a 5-member body, it is a 3-member body. So the first statement is wrong. Then the second statement, the Union Minister of Home Affairs decides the election schedule for conducting both general election and by-election. ആണോ? ഇത് ആരുടെ ഫംഗ്ഷൻ ആണ്? ഇലക്ഷൻ കമ്മീഷന്റെ ഫംഗ്ഷൻ ആണ്. ബൈ ഇലക്ഷനും ഇലക്ഷനും വേണ്ടിയിട്ടുള്ള ഷെഡ്യൂളുകൾ തയ്യാറാക്കുക. So the second statement is a wrong one. The third one, election commission obvious ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. എന്ത്? പാർട്ടികൾ തമ്മിലുള്ള സ്പ്ലിറ്റും മേജേഴ്സും വരുമ്പോൾ അവർ തമ്മിലുള്ള ഏതെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുക. ഒബ്വിയസ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നല്ലേ. സോ ദ ആൻസർ ഈസ് ഡി, only 3. So I hope you have understood all the constitutional bodies. If you have any doubts, please contact us. Thank you.